ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനി യൂജിൻ. ഞാനിന്നൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് ഏതൊക്കെയുണ്ട് എന്ന് നോക്കുന്നൊരു സമയമാണല്ലേ. വളരെ പെട്ടെന്ന് ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട് കൂടി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ എത്ര അളവിൽ കുടിക്കണം, അത് എങ്ങനെ കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 2 ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഒരു ചെറുനാരങ്ങ എടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര, അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. മാതള നാരങ്ങ പോലെ തന്നെ അതിൽ കൂടുതൽ ഗുണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊരു ഓക്സിജൻ മാസ്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കറക്റ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിലുണ്ട്. ഫ്രീ റാഡിക്കലുകളുടെ പ്രവർത്തനം തടയാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അകറ്റാനായിട്ട് ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനായിട്ട് ആവശ്യമുള്ള പോഷകങ്ങൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട്, അതുപോലെ അൽഷിമേഴ്സ് തടയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത്. പഞ്ചസാര മാത്രം ഒരു ഓപ്ഷണൽ, അത് ആവശ്യമുള്ളവർ കുട്ടികൾ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർ അത് ഒഴിവാക്കുക. അപ്പോൾ മാതള നാരങ്ങ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ നാരങ്ങ നീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. കുരു വന്നിരിക്കുന്നതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കയ്പുണ്ടാകും. ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് വെള്ളവും ചേർത്തിട്ട് ആണ് ഞാനിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി വെള്ളം നമുക്ക് പിന്നെ ചേർത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. നിങ്ങൾക്കിപ്പോൾ മാതള നാരങ്ങ ഇല്ല എന്ന് വെച്ചിട്ട് അതിന് പകരമായിട്ടൊരു കളർഫുൾ നാരങ്ങ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചുവന്ന ചീര നമുക്കൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാം. പച്ചച്ചീര വേണമെങ്കിൽ പച്ച കളറിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ജ്യൂസിലും അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാവുന്നതാണ്. ഒന്ന് അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന രോഗപ്രതിരോധത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിലെ വൈറസ്, ബാക്ടീരിയൽ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാനായിട്ട് സഹായിക്കുന്നുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വൈറ്റമിൻ സി ധാരാളമുള്ള ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നാരങ്ങ വെള്ളം വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നിലനിർത്താനും ഇത് ഗുണകരമാണ്. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് വെറും വയറ്റിൽ രാവിലെ വേണമെങ്കിൽ കുടിക്കാം. ഇത് പുരുഷന്മാർക്ക് വളരെ നല്ല ഒന്നാണ് കേട്ടോ. അവരുടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ഇത് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ എന്ത് മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇടനേരങ്ങളിൽ വേണമെങ്കിൽ കഴിക്കാം. രാവിലെ തന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കാവുന്നതാണ്. പക്ഷേ മറ്റ് ആഹാരങ്ങളോടൊപ്പം ഒരിക്കലും ജ്യൂസ് എന്നല്ല ഒരു വെള്ളവും കുടിക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നൊരു കാര്യമാണ്. ആഹാരത്തിന് ഒരു 15 മിനിറ്റ് മുൻപെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും ഇപ്പോൾ ചൂട് കൂടുതലാണ്, അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം ഈ ഒരു സമയത്ത്. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ എത്രത്തോളം വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്നിച്ച് കൂടിയ അളവിൽ വെള്ളം കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇപ്പോൾ 1 മണിക്കൂർ കൂടുമ്പോൾ ദാഹിച്ചാലും ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കി കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. പുറത്തൊക്കെ പോയി വരുന്നവർക്ക് ചിലപ്പോൾ അര ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോരാ. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ അമിതമായിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കൂടുതൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് അത് ജോലിഭാരം വർദ്ധിക്കാനായിട്ട് ഇടയാകും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് ചെറുപയർ മുളപ്പിച്ച് ഉപയോഗിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന വിധം, അതുപോലെ ഡാൽഗോണ കോഫി, അതുപോലെ തന്നെ സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.